ആ പറഞ്ഞു. ആ കാണുന്നുണ്ട്. ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ അയച്ചിരുന്നത് ഒരു PDF ലാസ്റ്റ് ഇന്ന്. ഇപ്പം STD കഴിഞ്ഞു. അത് സ്റ്റഡി കഴിഞ്ഞു. ആ, STD. എനിക്ക് വേണ്ടത് ലിവിങ്ങും. എനിക്ക് ബെഡ്റൂം ഒന്നും വേണ്ട. ലിവിങ്, ഡൈനിങ്, കിച്ചൺ മൂന്നെണ്ണം മാത്രം മതി. ഡൈനിങ്, കിച്ചൺ. വർക്കേരി വേണ്ട. ആ, മൂന്ന് മതി. ആ. ഉം. ഉം. ഇത് എന്റെ ഒരു ഐഡിയയിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഇലക്ട്രിക്കലിന് വേണ്ട കൊടുത്ത ഡ്രോയിങ് ആണിത്. അപ്പം ഒരു യൂണിറ്റ് പൂജ സോഫ സെറ്റ്. ഓക്കെ. വീടിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ കഴിഞ്ഞു. ആ, ആ. ഉം. അത് ചെറിയത്. അത് അവിടെ ഒരു 50 സെന്റിമീറ്ററേ ഉള്ളൂ ആ ഗ്യാപ്പ്, വിൻഡോ കഴിഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ. ആ, നിങ്ങളെ ഐഡിയ എങ്ങനെയാണോ അത് കണക്ക്. ഞാൻ ഇത് എന്റെ ഒരു ഇതിൽ ജസ്റ്റ് വച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു അത്യാവശ്യം റേറ്റ് കൂടുകയും ചെയ്യരുത്, ക്വാളിറ്റിയും വേണം. ലിവിംഗ് LCD ഇല്ലല്ലോ. അത് മനസ്സിലായില്ല. ആ, നോർമലായിട്ട് ഭിത്തി 3 മീറ്റർ ഹൈറ്റ്. നോർമലായിട്ട്. ഇല്ലല്ല, മെഷർമെന്റ് മാറ്റമൊന്നുമില്ല. മെഷർമെന്റ് ഉണ്ട് അതിനകത്ത്. ഞാൻ ഇപ്പൊ അയച്ചതിനകത്ത് ഇല്ലല്ലോ. ഉണ്ട്. ഉണ്ട്. വേണം. അതുപോലെ തൊട്ടിപ്പുറത്തിന്റെ ഒരു പർഗോള കാണിച്ചിരുന്നില്ലേ? തൊട്ടിപ്പുറത്ത് ആ ഡൈനിങ് ചേർന്ന പർഗോള. ആ പർഗോളയുടെ ഓപ്പോസിറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് അല്ല, എൻഡിൽ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത് ഈ വാഷ് ബേസിനും ഈ ഡൈനിങ്ങും തമ്മിലുള്ള ആ ഒരു ബ്ലൂ ലൈൻ കാണിച്ചിരുന്നുണ്ട്. ബ്ലൂ ലൈൻ അത് ബീമാണ്. അപ്പൊ എനിക്ക് ആ വാഷ് ബേസിൻ ഇവിടെ നിന്ന് ഈ ഡൈനിങ്ങിലുള്ള അവിടെ ഒരു കുറച്ച് പോർഷൻ, ഒരു പാർട്ടീഷൻ പോലെ വേണം എനിക്ക്. അതായത് മൊത്തം വേണ്ട. ഒരു ഒന്നര അല്ല, ഒരു 2 അടിയോ അത്രയെങ്കിലും ഉള്ള ഒരു പാർട്ടീഷൻ. അതായത് ഡൈനിങ്ങിൽ നിന്ന് വാഷ് ബേസിൻ കാണാത്ത രീതിയിൽ, ചെറിയ രീതിയിലുള്ള. ആ, വാഷ് ബേസിൻ കണ്ടല്ലോ, മനസ്സിലായല്ലോ അത്. അത് കാണിച്ചേക്കുന്നത്. അതുപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വാളില്ലേ, നേരെ ഈ വാഷ് ബേസിൻ നേരെ ഓപ്പോസിറ്റ് വാളില്ലേ, അവിടെ എന്തെങ്കിലും ഒരു കോർട്ട്യാർഡോ, എന്തെങ്കിലും ഒരു ചെറിയ ഫൗണ്ടൻ പോലെ എന്തെങ്കിലും ഒരെണ്ണം കൂടെ വരുന്ന രീതിയിൽ.
ഈ ആ ഈ ഒരു അതിന് ചെറിയ രീതിയിൽ കാര്യം അവിടെ 120 ഉള്ള ഗ്യാപ്പ് അത് ചെറിയ രീതിയിൽ വരണം. അതുപോലെ ഈ ലിവിങ്ങിൽ നമ്മൾ ആ സോഫ ഇട്ടേക്കുന്നില്ല, സോഫ ഇട്ടിട്ട് ഡൈനിങ്ങിലോട്ട് പോകുന്ന പാസേ ഉണ്ടല്ലോ, അവിടെ ആ സോഫ ഇട്ടേക്കുന്ന അവിടെ ആ ഒരു ബ്ലൂ ലൈൻ കണ്ട, ബ്ലൂ അല്ല, റെഡ്. അത് ആ അത് ബീമാണ്. ആ പാസേജിൽ ഞാൻ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പോയിന്റ്. അപ്പൊ എനിക്ക് ഈ സോഫയുടെ ആ എൻഡിന്ന് ആ വാളിന്ന് ഒരു ചെറിയ രീതിയിൽ അവിടെ വേണം ഒരു ചെറിയ പാർട്ടീഷൻ. മനസ്സിലായി? അതായത് ആ ബെഡ്റൂമിന്റെ ആ ഒരു D1 എഴുതിയിരിക്കുന്ന ആ വാളില്ലേ, ആ വാളിന് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ലിവിങ്ങിലോട്ട് ആ സോഫയുടെ കുറച്ച് ഭാഗം, അതായത് ഈ സോഫയിൽ ഇരുന്ന ഈ ഡൈനിങ്ങിൽ കാണാത്ത രീതിയിൽ ചെറിയ എന്തെങ്കിലും പാർട്ടീഷൻ പോലെ. ആ അത് ചെറിയ രീതിയിൽ അത്, കാരണം ഈ ലിവിംഗ് ഒക്കെ ചെറിയ ലിവിംഗ് ആണ്, അപ്പൊ ഒരുപാട് സ്പേസ് കാണാൻ പറ്റത്തില്ല. ഏ വാൾ പേപ്പർ ഞാൻ അത് ഈ ഈ സോഫ ഇട്ടേക്കുന്ന വാളില്ലേ, അതായത് നേരെ ഈസ്റ്റിലോട്ട് ഉള്ള വാൾ, അതായത് ലിവിങ്ങും ബെഡ്റൂമും പാർട്ടീഷൻ എന്ന വാളില്ലേ, ആ വാളിൽ എനിക്ക് ഒരു എന്തെങ്കിലും വലിയൊരു പിക്ചർ അങ്ങനെ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ട്. ഈ സോഫയൊക്കെ നിങ്ങളൊരു ഐഡിയയിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇട്ടേക്കുന്നേ ഉള്ളൂ. ആ ഓപ്പൺ കിച്ചൺ ആണ്. ഉണ്ട്. വേണം. ആ കബോർഡ് വർക്കാണ്, പക്ഷെ അതിനകത്ത് ആ അതിൽ സ്ലാബ് ഉള്ളത് ആ ലെഫ്റ്റ് സൈഡ് മാത്രം. നമ്മൾ കിച്ചണിലോട്ട് കയറുന്നില്ലേ, ആ ഫ്രിഡ്ജ് എഴുതിയിരുന്നില്ല, ഫ്രിഡ്ജ് അവിടെ മാത്രമേ സ്ലാബ് കാണിച്ചിട്ടുള്ളൂ, മോളിൽ റാക്ക്. ബാക്കി എല്ലായിടത്തും പിന്നെ ബാക്കി ആ എൽ ഷേപ്പിൽ വരുന്ന സ്ലാബ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ കിച്ചൺ സ്ലാബ് മാത്രമേ ഉള്ളൂ, മോൾ റാക്കൊന്നുമില്ല. ഉം. ഈ ഓപ്പൺ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ അവിടെ വേണം ലൈറ്റ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ബീമില്ലേ, ഇല്ല ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലോട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഹാഫ് ഭിത്തിയാണ് ഞാൻ കൊണ്ടുവരുന്നത്, അവിടെ മോളായിട്ട്. മനസ്സിലായി? അത് ആ ബീമിനകത്ത് 3 ലൈറ്റ്. പിന്നെ അല്ലാതെ കിച്ചണിന്റെ അകത്ത് സീൽ ലൈറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് തരാം, ഞാൻ നോക്കട്ടെ. ഉം. ഫർണിച്ചർ നമ്മൾ നോർമൽ വാങ്ങാൻ വേണ്ടി, വുഡിൽ ഡൈനിങ് സോഫയൊക്കെ വാങ്ങാൻ വേണ്ടിയാണ്. ഉം. ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പർഗോളയിലും ലൈറ്റ് വരുന്നുണ്ട്, പർഗോളക്കിടയ്ക്ക്. എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ പർഗോളയും ഈ ഡൈനിങ് തമ്മിലുള്ള ഒരു വ്യൂ, ആ ഒരു പാസേജ് ഉണ്ടല്ലോ, ഒരു പാർശ്വ, ആ പർഗോളക്കകത്തൊരു ചെറിയൊരു പാർശ്വ രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ അതെ. ഓ ഓ അറിയിച്ചു. ആ ഓക്കെ. ശരി, താങ്ക് യു.